ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാനൊരു ഡിസൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമേ തന്നെ ആ പെറ്റലിൻ്റെ ഭാഗത്തായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് നേരെ ആ വരച്ച മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് ഒരു ചെയിൻ പോലെ, ഒരു ചെറിയൊരു ചെയിൻ പോലെ ആക്കി മുകളിലോട്ട് ഈ സൂചി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതേപടി തന്നെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് കുത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഫുള്ള് പെറ്റൽ ഈ ഒരു മോഡലിലാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് ഇഷ്ടമുള്ള കളറിൽ മേടിക്കാൻ കിട്ടും. ആ ഒരു ത്രെഡും ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 1 ആണ്. എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി 1 ആണ്. പിന്നെ ഇങ്ങനെ ഈ നീഡിൽ നമ്പർ തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറിയുടെ നീഡിൽ സെറ്റ് കിട്ടും. ആ നീഡിലിനകത്ത് പല വലിപ്പത്തിലുള്ള ടൈപ്പ് നീഡിലുണ്ട്. അത് വെച്ച് നമുക്ക് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് എംബ്രോയ്ഡറി വർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ആദ്യം ഒരു റഫ് ക്ലോത്തിൽ ഇങ്ങനെ കുറേ പ്രാവശ്യം ഈ പെറ്റൽസ് തന്നെ വരച്ച് ചെറിയൊരു ചെയിൻ്റെ മോഡലിൽ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നല്ല ക്ലോത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെം സ്റ്റിച്ചും കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ ലീഫിലും സ്റ്റെം ഭാഗത്തുമായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ ഫ്രോക്കിലും അതുപോലെയുള്ള ചെറിയ നമുക്ക് സിമ്പിളായിട്ടുള്ള ഓരോ ഡിസൈൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള ചെറിയ ടൈപ്പ് ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് അത് വരച്ചെടുക്കുക. അല്ലെങ്കിൽ പിള്ളേരുടെ ബുക്സിൽ കളിക്കുടുക്ക അങ്ങനെയൊക്കെ പോലെയുള്ള നല്ല കാർട്ടൂൺ ടൈപ്പ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഇമേജസ് നമുക്ക് കിട്ടും. അത് നോക്കി കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ ജസ്റ്റ് ആ ഇമേജിന് മുകളിലോട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ലേസി ഡേസി. ഇതിൻ്റെ തന്നെ പല പാറ്റേണിൽ നമുക്ക് ചെയ്യാം. ഫ്ലവർ മോഡൽ ചെയ്ത് റൗണ്ടായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊരു ഫ്ലവർ ആക്കാം. അതുപോലെ തന്നെ പല ഒരു ഷേപ്സിൽ ഇതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഫ്ലവർ ഈ ഒരൊറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ തന്നെ കുത്തിയെടുത്തിട്ട് ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് കുത്തിയെടുത്തിട്ട് ആദ്യം കുത്തിയ ഭാഗത്തോട്ട് തന്നെ തിരിച്ചു കുത്തി വലിച്ചെടുക്കുക. ഇത് നമ്മൾ കുറേ പ്രാവശ്യം ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് എല്ലാം കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. നന്നായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളതിൽ നന്നായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നന്നായിട്ട് പഠിച്ച് എക്സ്പേർട്ടായി കഴിയുമ്പോൾ മാത്രം നല്ല ക്ലോത്തിൽ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒത്തിരി ടൈപ്പ് സ്റ്റിച്ചസ് വരുന്നുണ്ട്. നമുക്ക് പതിയെ ഓരോന്നായിട്ട് ക്ലാസ് എടുക്കാം. നമുക്ക് ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണത്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കഴുകിയാലും അത് കളറൊന്നും ഭംഗിയൊന്നും പോകത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള നൂല് വെച്ച് ചെയ്തെടുത്താൽ മതി. ഇതിൽ നമ്മൾ സ്റ്റെമ്മിലും അതുപോലെ തന്നെ ലീവ്സിലും രണ്ടിലും ഈ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പെറ്റലിൻ്റെ ഭാഗം കൂടെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.